പല സ്ഥലങ്ങളിലും അതിതീവ്രമായി മറ്റ് മതങ്ങൾ വേണ്ട. അപ്പോൾ കൊച്ചുകുട്ടിയെ കൊണ്ടുപോലും കുന്തിരിക്കയും പിന്നെ എന്താണ് കർപ്പൂരവും ഒക്കെ കരുതി വെച്ചോളൂ, ഞങ്ങൾ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കൊച്ചുകുട്ടിയാണ് പാടുന്നത്. അയാൾക്ക് എന്തറിയാം? അയാൾക്ക് മതം എന്തെന്നറിയാം? മറ്റു കുട്ടികളെക്കുറിച്ച് എന്തറിയാം? കുഞ്ഞ് പ്രായമാണ്. പക്ഷെ ആ കുഞ്ഞിനെ ബാപ്പ തോളിലെടുത്ത് വെച്ചിട്ട് കുഞ്ഞ് പാടുകയാണ്, കുന്തിരിക്കവും പിന്നെ ഇതൊക്കെ വെച്ചോളൂ, പിന്നെ സാമ്പ്രാണിത്തിരിയൊക്കെ വെച്ചോളൂ, ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കൊന്നുകളയും എന്നല്ലേ അതിൻ്റെ അർത്ഥം. വലിയ വിവാദമായി. അങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചു, അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ SDP നിരോധിച്ചു. ഇപ്പോൾ പക്ഷേ തിരുവനന്തപുരത്ത് SDP സ്വത്ത് അപ്പോൾ ഈ നിരോധിച്ചതിന് ശേഷം ED അവരുടെ പിറകിലുണ്ട്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവരുടെ പിറകിലുണ്ട്. ഇപ്പോൾ 66 കോടിയാണ് വീണ്ടും അവരെ 66 കോടി രൂപ വീണ്ടും ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ആ തുക കണ്ടെത്തി ഫ്രീസ് ചെയ്തു, എടുത്തുകൊണ്ട് പോയി. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അവരുടെ സ്വത്തുക്കൾ കണ്ടെത്തി. ഗ്രീൻ വാലി, പിന്നെ ഇവരുടെ ഒരു വലിയ പ്രത്യേകത, ഇവരല്ല എല്ലാവരും, അതിപ്പോൾ ഹിന്ദു തീവ്രവാദികളായാലും മുസ്ലിം തീവ്രവാദികളായാലും ക്രിസ്ത്യൻ തീവ്രവാദം ഉള്ളവർ ആരെന്ന് ഞാൻ പറയുന്നില്ല, തീവ്രവാദം ഉള്ളവരുടെ ഒരു പ്രത്യേകത, അവർ ഡയറക്റ്റ് പേരിലായിരിക്കില്ല പലതും നടത്തും. ഇപ്പോൾ ഗ്രീൻ വാലി, ഹരിത താഴ്വര, പച്ച താഴ്വര, എത്ര മനോഹരമായ പേരാണ്. പക്ഷേ പച്ച താഴ്വര എന്ന പേരിട്ടിട്ട് നടക്കുന്ന ഈ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീൻ വാലി, അതുപോലെ പന്തളത്തുള്ള സ്ഥാപനങ്ങൾ, തിരുവനന്തപുരത്തുള്ള സ്ഥാപനങ്ങൾ, അങ്ങനെ കേരളത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള വ്യത്യസ്ത സ്ഥാപനങ്ങളെ ഒന്നിച്ച് റെയ്ഡ് നടക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത്, ഈ മുസ്ലിം സഹോദരങ്ങളായിട്ടുള്ള ആളുകളാണ് ഇതിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ നേടാൻ ശ്രമിക്കുന്നത്? ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഒരു 80% അല്ലെങ്കിൽ 70%ഓളം ഹിന്ദു വിശ്വാസമുള്ള ഒരു രാജ്യത്ത് നിങ്ങൾ എങ്ങനെയാണ് ഒരു മുസ്ലിം രാജ്യം സൃഷ്ടിക്കാൻ പറ്റുക? എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറ്റുമോ? ജീവിതത്തിൽ പറ്റുന്ന കാര്യമല്ലല്ലോ. ബാക്കി ക്രിസ്ത്യാനികളും ഉണ്ടല്ലോ, 20% കഴിഞ്ഞിട്ട് 80%ഓളം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൈനന്മാരും ബുദ്ധന്മാരും എന്ന് പറഞ്ഞാൽ വലിയ വിഭാഗം ഇപ്പുറത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ആരുടെ പണം വാങ്ങിച്ചുകൊണ്ട്, ഏത് ലോകത്തെ പണം വാങ്ങിച്ചുകൊണ്ടും നിങ്ങൾക്കത് നടത്തിയെടുക്കാൻ കഴിയുമോ? ഇസ്ലാം രാഷ്ട്രം ഉണ്ടാക്കാൻ കഴിയുമോ? പാകിസ്ഥാനിലെ സമ്പൂർണ്ണമായി കഴിയുന്നില്ല, അവിടെ ഇപ്പോഴും ഹിന്ദുക്കളും മറ്റു ആളുകളും ഉണ്ട്.